ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൊച്ചുമോനും കൂടി മുറുക്ക് വാങ്ങാൻ പോണേ. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന്. വേറെ ഒന്നല്ല, കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ. എനിക്ക് കൊതിയായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാന്ന് ഓർത്തത്. അപ്പൊ അതും വാങ്ങി വീട്ടിൽ ചെന്ന് ഞാൻ ഇപ്പൊ തന്നെ കൈയോട് ചെയ്യാൻ പോണേ. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അറിഞ്ഞ. ഞാൻ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞിടത്തോളം എല്ലാരും പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ആണെന്നാ. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഞാനപ്പൊ അതുകൊണ്ട് ഇറങ്ങിയതാ. വെൽക്കം ടു ദിസ് കുക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചക്ലിയാണ്. ചക്ലി, മുറുക്ക് ചക്ലി. ഇത് കാസർഗോഡിന്റെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പൊ നമുക്ക് ചെയ്യാലോ. എന്റെ കൊച്ചുമോന് എന്നെ കൂടി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം. എപ്പോഴും പറയും, പക്ഷെ പിന്നെ അങ്ങ് സ്കിപ്പായി. പണ്ട് ഇതുപോലെ തന്നെ എന്റെ ഒരു വീഡിയോയില് ഇവൻ ചെയ്തിട്ടുണ്ട് നഗറ്റ്സ്. അന്ന് വളരെ ചെറുതായിരുന്നു. അത് ടേബിളിന്റെ പുറത്തൊക്കെ യമ്മി എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് നഗറ്റ്സ് ഒക്കെ. ഇത് കുരുവെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലോണം അടിച്ച് നല്ലൊരു ക്രീമി പരുവത്തിലെടുക്കാം. ഓക്കെ, എന്നെ സഹായിക്കാൻ വന്നാക്കണ ആളാ. ഇത്രയും മുറുക്കുള്ളല്ലോ, അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സിയിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഡേറ്റ്സ് ഒക്കെ ഇട്ട് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മതി. ഞാൻ ക്വാണ്ടിറ്റി എന്ന് പറയാൻ ഒരാളുടെ എരിവ് എത്രത്തോളം വേണം, കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതലിടാം, ഇല്ലെങ്കിൽ കുറച്ച് കുറക്കാം. പിന്നെ നമുക്ക് കുറച്ച് വിനീഗർ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു അര ലൈം. അപ്പൊ ഞാൻ മിക്സിയിൽ എല്ലാം അടിച്ചിട്ട് കൊണ്ടുവരാം. മോനെ, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇടാം. ഇനി ഇതിലേക്ക് ഇടാട്ടാ. കൈയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനേ നല്ല വടിച്ച് എല്ലാം കൂടി ഇടാം. ഇനി കൈ ഇടാം, അല്ലെങ്കിൽ ശരിയാവൂല. എന്നാലും എല്ലായിടത്തും ആകുള്ളൂ. ചെറിയ മുറുക്കായിരിക്കണം കേട്ടാ. കൂടാതെ ഇതിപ്പം ഇച്ചിരി കളർ കുറവ് പോലെ ഇല്ലേ, അത് കാശ്മീരി മുളകൊക്കെ ഇട്ട് കഴിയുമ്പോ നല്ല കളറൊക്കെ കിട്ടും. ഇതിപ്പോ ഡേറ്റ്സിന്റെ ഇതൊക്കെ വരുമ്പോ ഡള്ളാവും, അത്രേ ഉള്ളു. പക്ഷെ എനിക്ക് കൊതി വരുന്നു. അപ്പൊ നിങ്ങൾക്കും കൊതി വരുന്നില്ലേ? അതാ, എനിക്ക് നല്ല കൊതി വന്നുണ്ടേ. എന്റെ വായില് കപ്പിലോടുന്നു. ഇനി ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി കേട്ടാ, ശരിയാട്ടാ പറഞ്ഞത്, അടിപൊളി. ഇതാണ് നമ്മുടെ ചക്ലി. എന്തായാലും അടിപൊളി സാധനം കേട്ടാ. കുറെ പേര് ഉണ്ടാക്കി ഞാൻ കണ്ട്, എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോള് പറഞ്ഞപ്പോഴും എനിക്ക് അത്ര ഏറ്റില്ല. പിന്നെ അത് കണ്ട് ആയപ്പോ എനിക്ക് തോന്നി വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം തന്നെയായിരിക്കും. അതാണ് ഞാൻ ഉടനെ പോയി വാങ്ങിയത്. കൈക്ക് ഇവന് ഇച്ചിരി പുറകോട്ടാണ് തീറ്റക്കാര്യത്തില്.
ഭയങ്കര ചൂസിയാ. അതല്ല മെലിഞ്ഞിരിക്കണ, ഞാൻ തടിച്ചു, അതാണ് വ്യത്യാസം. എനിക്കേ കൊതിമൂത്തിട്ടെ ഒന്നും പറയണ്ട, ഞാൻ കൈയും കൂടി കഴുകിയില്ല. ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തൊന്ന് കഴിച്ചിട്ടൊക്കെ നീങ്ങാന്നോർത്ത് എല്ലാം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ടിട്ട് എനിക്കറിയില്ല അത് എത്രത്തോളം അതെല്ലാം ലെവലിന്റെ കറക്റ്റ് ലെവലിൽ വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കുറച്ചുകൂടി ഡേറ്റ്സ് ഇട്ടോ, അപ്പം മധുരം കുറച്ചും കൂടി കിട്ടും. പിന്നെ കുറച്ച് വിനീഗർ ഇട്ടോ, കുറച്ച് ഉപ്പിട്ടോ, പ്രത്യേകിച്ചും വെള്ളം ഞാൻ ഇവിടുന്ന് കാണിച്ചുകൊണ്ട് പോയ വെള്ളമല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 3/4 ഗ്ലാസ് വെള്ളമോളം ഞാൻ ഇട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഇടണം, എന്നാലേ മിക്സിയിൽ ഇത് അടിഞ്ഞു വരുള്ളൂ നല്ലോണം. അപ്പൊ എല്ലാം കുറച്ച് കൂട്ടിയിട്ടോ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടിട്ടാണ്, സോറി കേട്ടാ. അതുകൊണ്ട് മെഷർമെന്റ് ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നുമില്ല, എല്ലാം അങ്ങോട്ട് കൂട്ടി ഇടുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറക്കാം, എരിവ് വേണമെങ്കിൽ കുറച്ചും കൂട്ടാം. ഓക്കെ തന്നെ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാതെ. പിന്നെ തിന്നോളൂ. പിന്നെ മക്കൾക്ക് കൊടുക്കട്ടെ, അവരോർക്കും ഞാൻ എല്ലാം തിന്നോളൂ. ചെയ്യട്ടാ, ഒരു പണിയില്ല, പോയി ഒരു മുറുക്ക് വാങ്ങിച്ചോ. ഓക്കെ, ബൈ.